വളരെ വിചിത്രമായ ഒരു ഉത്തരവ് UP ഗവൺമെൻറ്റും അതുപോലെ മറ്റ് ജാർഖണ്ഡ് അവരുമൊക്കെയാണെന്ന് തോന്നുന്നു പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് കാവടി യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിലെല്ലാം ആ ഹോട്ടലിൻ്റെ പേര് മാത്രം പോരാ, അവിടുത്തെ മെനു മാത്രം പോരാ, അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ പേരൂടെ എഴുതി വെക്കണം. കാരണം ഈ ഉടമസ്ഥൻ മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ ജൂതനാണോ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഇതാ കാര്യം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രാജ്യം ഒരു സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു രാജ്യം, ചിന്തിക്കേണ്ട ഒരു രാജ്യം എന്ന് പറയുന്നതാണ് നല്ലത്. ആ സെക്യുലറിസം ഒന്നും ഇപ്പോൾ ഇന്നില്ല, ഇവിടെ ഇല്ലാത്തത് അതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു രാജ്യം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു രാജ്യത്തിന് ഇത് ഭൂഷണമാണോ ഈ BJP സർക്കാർ ഈ കാണിച്ചു വച്ചേക്കുന്ന ഈ പണി എന്ന് ചിന്തിക്കണം. ജനങ്ങളെ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആ പേരിൽ തളച്ചിടുന്ന, അവരുടെ മനസ്സുകളിൽ വെറുപ്പും അതുപോലെ അകൽച്ചയും സൃഷ്ടിക്കുന്ന ഒന്നാണോ ഈ ഭരണകൂടം ചെയ്യേണ്ടത്? അവർ ചിന്തിക്കണം. അവസാനം അത് സുപ്രീം കോടതി ഇടപെടേണ്ടതുണ്ട് വന്നു. സുപ്രീം കോടതി ആ ഉത്തരവ്, അതായത് ആ ഗവൺമെൻറ് ഓർഡർ സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ നടത്തിപ്പ് സ്റ്റേ ചെയ്തു. അത് യഥാർത്ഥത്തിൽ അന്നേരം തന്നെ തിരിച്ചറിയണ്ടേ ഇതെന്താണെന്ന്. ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ടല്ലോ, ജനങ്ങൾ വെറുത്തു തുടങ്ങി വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് നമുക്ക് മനസ്സിലാവാം. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി കണ്ട രാമനല്ല അയോധ്യയിലെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രാമൻ എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന റാം എന്ന് പറയുന്ന റാം റഹീമുമാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരുന്നു. പറഞ്ഞത്, എൻ്റെ രാമൻ അനശ്വരനാണ്, എൻ്റെ രാമൻ ജനിച്ചിട്ടില്ല, ജീവിച്ചിരുന്നിട്ടില്ല, എൻ്റെ രാമൻ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് പകരക്കാരനാവാൻ ഒരു രണ്ടാമനില്ല. അതാണ് അദ്ദേഹം ഏകനാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്, ആ വിശ്വാസമാണ്. അതാണ് ഗാന്ധിജിയുടെ രാമൻ എന്ന് പറയുന്നത്. അതാണ് ഗാന്ധിജി രാമനെ വലിയ രാമഭക്തനായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഗാന്ധിജിയുടെ രാമൻ ഇതാണ്. ഗാന്ധിജി ഒരു കാലത്ത് ആദ്യം വിശ്വസിച്ചിരുന്നത് ദൈവം സത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിരുന്ന ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പോയി തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. അദ്ദേഹം പറഞ്ഞത് സത്യം ദൈവമാണെന്നാക്കി. ദൈവം സത്യമാണെന്നുള്ളതിന് പകരം സത്യം ദൈവമാണ് എന്ന് കണ്ടു. ആ സത്യം ദൈവമാണെന്ന് കണ്ടതിന് ശേഷം വീണ്ടും മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയോ? അതിന് കുറച്ചുകൂടെ ഉയരത്തിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അഹിംസയിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു, അഹിംസയിലൂടെ ഞാൻ മതത്തെയും ദൈവത്തെയും ഞാൻ കാണുന്നു. അഹിംസയിലൂടെ, അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അവസാനം അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തെ ഓർക്കേണ്ട ഒരു സമയമായത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദേശം ഉണ്ടല്ലോ അവിടെ, സ്നേഹത്തിൻ്റെ വഴിയിലൂടെ എന്നുള്ളതല്ലേ, സ്നേഹം. ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ യഥാർത്ഥത്തിൽ അത് ഏറ്റുപിടിച്ചു എന്നുള്ളത് നമ്മൾ കാണണം. അത് ബീഹാറിലുള്ളവരും UP-യിലുള്ളവരും ഇവരെല്ലാം ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെ ഒന്ന് മറന്നു തുടങ്ങി. അവർ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ അവർ വെറുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മനസ്സുകളെ വേലി കെട്ടിത്തിരിക്കുന്ന ഈ അകൽച്ച സൃഷ്ടിക്കുന്ന ഈ സിദ്ധാന്തം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയം അവിടുത്തെ ജനങ്ങൾ തിരസ്കരിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഇലക്ഷനിൽ. അതിനി കൂടുകയുള്ളൂ. കാരണം ജനങ്ങൾക്ക് ഇത് മടുത്തു, വെറുത്തു. എത്ര നാളാണ് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് അടിയുണ്ടാകുന്നത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചോര വീണിട്ടുള്ളത് മതത്തിൻ്റെ പേരിലല്ലേ, മതമില്ലായ്മയുടെ പേരിലല്ലല്ലോ. അതൊന്നും മനസ്സിലാക്കണം. ഇനി അങ്ങനെ വീഴരുത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും. ആ രീതിയിലാകരുത് നമ്മുടെ നാട് മുമ്പോട്ട് പോകേണ്ടത്. സ്നേഹത്തിൻ്റെ സന്ദേശം എല്ലാം എത്തണം. നമ്മുടെ ഭരണഘടന പറയുന്ന പൊതുവായ സാഹോദര്യം ഉണ്ടല്ലോ, കോമൺ ബ്രദർഹുഡ്, അതായിരിക്കണം. എൻ്റെ അടുത്തിരിക്കുന്നവൻ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ് എന്നൊരു കാഴ്ചപ്പാട് ഓരോ ഭാരതീയനും വരണം. എന്നാലേ ഒക്കുള്ളൂ. അത് ഏത് ജാതിയോ മതമോ വർഗമോ ആയിക്കോട്ടെ, ആകെപ്പാടെ ഒരൊറ്റ ജാതിയുള്ളത് മനുഷ്യജാതിയാണ്. അതിനകത്ത് രണ്ട് വർഗങ്ങളേ ഉള്ളൂ, ആണും പെണ്ണും, തീർന്നു. ഇതല്ലാതെ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്നും കൂടെ പറയാം. മൂന്നാമത് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്താണ് വർഗവ്യത്യാസം ഉള്ളത്? ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കാണാനോ ഒന്നും പാടില്ലാതെ പൊതുവായ സാഹോദര്യം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മണ്ടൻ തീരുമാനങ്ങളും അബദ്ധജടിലങ്ങളായ പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും ഇല്ലാതാകണം. ഭരണകൂടം തിരിച്ചറിയണം ജനങ്ങളിത് വെറുക്കുന്നു എന്നുള്ളത്. അതൊന്നും തിരിച്ചറിയുന്നിടത്തോളം കാലം ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ രീതിയിൽ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. അവിടെ സ്നേഹത്തിൻ്റെ ഉണ്ടല്ലോ ആ സന്ദേശത്തിനാണ് വില. അതായിരിക്കണം വില കൊടുക്കേണ്ടതും. സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്
നമുക്ക് വേണ്ടത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടത്.